നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മഹലിനെ മാതൃകാ മഹലാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തിരുനാവായ സൗത്ത് പല്ലാർ മഹല്ല് കമ്മിറ്റി അൽ മുസാഹമ എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. വിവാദങ്ങൾക്കിടയിൽ മുത്തൂരിൽ ആരോഗ്യ കേന്ദ്രത്തിന് സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകുന്ന കെട്ടിടം ഉദ്ഘാടനത്തിനായി അണിഞ്ഞൊരുങ്ങുന്നു. തിരുവസന്തം 1500 ഭാഗമായി SYS തിരൂർ സോൺ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം തിരുനബി പഠന ക്യാമ്പ് ഒക്ടോബർ 26 ഞായറാഴ്ച ആലത്തൂരിൽ തുടക്കമാകും. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മേളയിൽ സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ് ഖോഖോ മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ മലപ്പുറം ജില്ലാ ടീമിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ആലത്തിയൂർ ഹനുമാൻകാവിൽ ദ്രവ്യകലശത്തിന് ഭക്തജനത്തിരക്കേറുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 12 നമ്പൂതിരിമാർ പങ്കെടുത്തു. സ്വയം പര്യാപ്തതയുടെ ചരിത്രമെഴുതിയ കാൽനൂറ്റാണ്ട് BSNL രജത ജൂബിലിയുടെ ഭാഗമായുള്ള ബൈക്ക് റാലി നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഫ്ലാഗ് ഓഫ് ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മഹലിനെ മാതൃകാ മഹലാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തിരുനാവായ സൗത്ത് പല്ലാർ മഹല്ല് കമ്മിറ്റി അൽ മുസാഹമ എന്ന പേരിൽ പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. സാമ്പത്തിക ഭദ്രതയോ മറ്റു വരുമാനമാർഗമോ ഇല്ലാത്ത കുടുംബനാഥകളായ വിധവകൾക്ക് മാസാന്ത പെൻഷൻ നൽകുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ആദ്യ ഗഡു കൈമാറലും കമ്മിറ്റി പ്രസിഡന്റ് ഐദൂട്ടി, സെക്രട്ടറി ബാവു ഹാജി, ട്രഷറർ അലി ഹാജി, സ്ഥലം ഖത്തീബ് ഹസൻ ബാക്കഫി തുടങ്ങിയവർ ചേർന്ന് നിർവഹിച്ചു. നജീബ് വെള്ളാടത്ത് പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി. 2 വർഷം മുമ്പ് മഹല്ലിലെ നിർധനരും നിത്യരോഗികളുമായ ആളുകൾക്ക് സഹായം നൽകുന്ന അൽ മുവാസാത്ത് എന്ന പദ്ധതി വളരെ വിജയകരമായി നടപ്പിലാക്കിയതിന് ശേഷമാണ് പുതിയ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. ഈ 2 പദ്ധതികൾക്കുമായി മാസം തോറും 25,000-ഓളം രൂപ മഹല്ല് കമ്മിറ്റി ഇപ്പോൾ ചെലവഴിക്കുന്നുണ്ട്. പദ്ധതികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സുമനസ്സുകളുടെ സഹായം ആവശ്യമാണെന്നും എല്ലാവരും സഹകരിക്കണമെന്നും കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. ഓരോരുത്തരെ കൊണ്ടും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറിയ തോതിലൊക്കെയുള്ള സഹായം, ചെറുതോ വലുതോ അവരെ കൊണ്ട് എങ്ങനെ കഴിയാൻ പറ്റും അത് ചെയ്യാൻ പറ്റും. അത് സ്വരൂപിച്ച് ഇൻഷാ അല്ലാഹ് ഇതൊരു പദ്ധതി നല്ല വിജയത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. കാരണം നമ്മൾ സമീപിക്കുന്നവരൊക്കെ നമ്മളോട് നല്ല രീതിയിലാണ് മഹല്ല് നിവാസികൾ ഒരു പുതിയ പദ്ധതി വിചാരിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ വിധവകളായ സഹോദരിമാരെ സഹായിക്കാനും അവരെ ഏറ്റെടുക്കാനും അവരെ കണ്ണീരൊപ്പാനുമാണ് നമ്മുടെ പദ്ധതി. 2 വർഷത്തോളമായി നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലെ സാധുക്കളായ രോഗികൾക്ക് ചികിത്സാ ഫണ്ട് എന്ന പേരിൽ അൽ മുവാസാത്ത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെട്ടം ന്യൂസ് തിരുനാവായ. വിവാദങ്ങൾക്കിടയിൽ മുത്തൂരിൽ ആരോഗ്യ കേന്ദ്രത്തിന് സ്വകാര്യ വ്യക്തി വാടകയ്ക്ക് നൽകുന്ന കെട്ടിടം ഉദ്ഘാടനത്തിനായി അണിഞ്ഞൊരുങ്ങുന്നു. 2 ദിവസത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നഗരസഭാ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് S ഗിരീഷ് പ്രഖ്യാപിച്ചിരുന്നു. ഒരു ഡോക്ടറും 2 സ്റ്റാഫ് നഴ്സും ഫാർമസിസ്റ്റുമായി രാവിലെ 8 മുതൽ 2 വരെയാണ് പ്രവർത്തനം. വ്യാഴാഴ്ച വാർഡ് കൗൺസിലർ സീനത്ത് റഹ്മാൻ നടത്തിയ നിരാഹാര സമരത്തെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി അനുകൂല നിലപാട് അറിയിച്ചതോടെ കേന്ദ്രം തുടങ്ങാനാവശ്യമായ നടപടികൾ നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും വേഗത്തിലാക്കി. മുത്തൂരിലെ കെട്ടിടം ഹെൽത്ത് മിഷൻ അധികൃതർ പരിശോധിച്ചു. നഗരസഭാ കൗൺസിലർ സീനത്ത് റഹ്മാൻ, മിർഷാദ് പാറയിൽ, നജീബുദ്ദീൻ, ആസിയമോൾ എന്നിവർ അധികൃതരുമായി ചർച്ച നടത്തി. നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥരും നഗരസഭാ ഇടതുപക്ഷ കൗൺസിലർമാരും സന്ദർശിച്ചു. തിരൂർ നഗരസഭാ സെക്രട്ടറിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് NUHM ജില്ലാ കോർഡിനേറ്റർ
തെൻസിഹിന്റെ നേതൃത്വത്തിലുള്ള സംഘം കേന്ദ്രത്തിലെത്തിയത്. നഗരസഭ വാടക നിശ്ചയിച്ചിരുന്ന തുടർ നടപടികൾ ബാക്കിയാണ്. ഫർണിച്ചറുകൾ വാങ്ങാനും നടപടിയെടുക്കേണ്ടതുണ്ട്. ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും താൽക്കാലികമായി ഒരുക്കി നൽകാമെന്ന് പ്രദേശവാസിയായ ജപ്പാൻ സ്ക്വയർ ഉടമ അലി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അർബൻ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ താരിഷ്, ജില്ലാ ഫാർമസിസ്റ്റ് ശ്രീജ, ക്വാളിറ്റി ഓഫീസർ ഭദ്ര, തിരൂർ ജില്ലാ ആശുപത്രിയിലെ PROമാരായ ശിഖ, സത്യരാജ് എന്നിവരും NUHM സംഘത്തിലുണ്ടായിരുന്നു. വെട്ടന്യൂസ് തിരൂർ. തിരുവസന്തം 1500ന്റെ ഭാഗമായി SYS തിരൂർ സോൺ സംഘടിപ്പിക്കുന്ന സ്നേഹലോകം തിരുനമ്പി പഠന ക്യാമ്പ് ഒക്ടോബർ 26 ഞായറാഴ്ച ആലത്തൂരിൽ തുടക്കമാകും. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് കേരള മുസ്ലിം ജമാഅത്ത് സോൺ നേതാക്കൾ പതാക ഉയർത്തും. ഞായറാഴ്ച രാവിലെ 9:30 മൗലീദ് പാരായണത്തോടെ പരിപാടിക്ക് തുടക്കമാകും. കേരള മുസ്ലിം ജമാഅത്ത് സോൺ പ്രസിഡന്റ് അഹമ്മദ് മുഹിയുദ്ദീൻ മുസ്ലിയാർ പ്രാരംഭ പ്രാർത്ഥന നടത്തും. സോൺ പ്രസിഡന്റ് അബ്ദുസലാം ഫാദലിയുടെ അധ്യക്ഷതയിൽ സമസ്ത ജില്ലാ മുഷാവറ മെമ്പർ സെയ്ദ് ഹൈദ്രൂസ് മുത്തുക്കോയ തങ്ങൾ എളങ്കൂർ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് മധ്യമ നിലപാടിന്റെ സൗന്ദര്യം, ഉസ്വത്തുൽ ഹസന, തിരുനബിയുടെ കർമ്മഭൂമിക, തിരുനബിയുടെ സ്നേഹത്തിന്റെ മധുരം തുടങ്ങിയ സെക്ഷനുകൾക്ക് മുഹമ്മദ് സ്വാദിഖ് വെള്ളിമുക്ക്, സെയ്ദ് സ്വലാഹുദ്ദീൻ ബുഖാരി കൂരിയാട്, ജാഫർ ചേലക്കര, അബ്ദുൽ മജീദ് എരിയല്ലൂർ എന്നിവർ നേതൃത്വം നൽകും. അല്ലല്ല, സ്റ്റേറ്റ് അല്ല, സ്റ്റേറ്റ് തലത്തിൽ നടക്കുന്ന പ്രോഗ്രാമാണ്. 4 മണിക്ക് നടക്കുന്ന പൂർണ്ണതയുടെ മനുഷ്യകാവ്യം സെമിനാറിൽ കുഞ്ഞി മുഹമ്മദ് സക്കാഫി പറവൂർ, ഡോക്ടർ അനിൽ ചേലേമ്പ്ര, KB ബഷീർ തൃശൂർ എന്നിവർ സംബന്ധിക്കും. തുടർന്ന് സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി വൈലത്തൂർ സ്നേഹസന്ദേശ പ്രഭാഷണം നടത്തും. ഡോക്ടർ അബ്ദുറഹ്മാൻ സക്കാഫി മീനടത്തൂർ, അബ്ദുസമദ് മുട്ടന്നൂർ, സക്കീർ നാളിശ്ശേരി, അൻസാർ സാദത്ത് ചെമ്പ്രവട്ടം, മുഹമ്മദ് അലി പോത്തന്നൂർ, സൽമാൻ പറപ്പൂത്തടം, സൽമാൻ സക്കാഫി കൈനിക്കര, അർഷാദ് തിരുത്തുമൽ എന്നിവർ സംബന്ധിക്കും. സ്നേഹലോകം പരിപാടിയുടെ ഭാഗമായി തിരുനബിയുടെ ചരിത്രം ഹ്രസ്യമായി അവതരിപ്പിക്കുന്ന പുസ്തകം, സ്നേഹസഞ്ചാരം, പിരിശത്തേങ്ങ സ്വരൂപണം, സ്നേഹവിരുന്ന്, സ്നേഹമധുരം, സ്നേഹോപഹാര പരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഇലിയാസ് ചാമിലി ഇർഫാനി ചെറിയമുണ്ടം, അബ്ദുൽ സലാം ഫാദലി, ഷുഹൈബ് പുറത്തൂർ, ബാപ്പുട്ടി നാളിശ്ശേരി, ഇബ്രാഹിം സക്കാഫി കൈനിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് മേളയിൽ സീനിയർ ബോയ്സ്, സീനിയർ ഗേൾസ് ഖോഖോ മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ ജേതാക്കളായ മലപ്പുറം ജില്ലാ ടീമിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയെ പരാജയപ്പെടുത്തിയാണ് മലപ്പുറം ജില്ല ചാമ്പ്യന്മാരായത്. സീനിയർ പെൺകുട്ടികളുടെ മത്സരത്തിൽ തൃശൂരിനെ പരാജയപ്പെടുത്തി വെങ്കല മെഡൽ ജേതാക്കളായി. മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത നിറമരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിമാന താരങ്ങളെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ, നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെയും അകമ്പടിയോടെ PTA SMC വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരവേൽപ്പ് നൽകി. പ്രിൻസിപ്പൽ ഇസ്മയിൽ പറമ്പത്ത്, ഹെഡ്മിസ്ട്രസ് ശ്യാമകുമാരി VM, PTA പ്രസിഡന്റ് ശശി KP, വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ മുസ്തഫ പോക്ലത്ത്, PTA അംഗങ്ങളായ സുരേഷ് ബാബു, വിനോദ് കുമാർ, നിഖിത, സ്പോർട്സ് കൺവീനർ സുമേഷ്, രശ്മി എന്നിവർ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചു. വെട്ടം ന്യൂസ് തിരൂർ. ആലത്തിയൂർ ഹനുമാങ്കാവിൽ ദ്രവ്യകലശത്തിന് ഭക്തജനത്തിരക്ക് ഏറുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 12 നമ്പൂതിരിമാർ പങ്കെടുത്തു. ആലത്തിയൂർ ഹനുമാങ്കാവ് ദേവസ്വത്തിലെ തിരുവോണ മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ദ്രവ്യകലശം 3-ാം ദിവസം വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, രാവിലത്തെ പൂജ, നവകം, ശാന്തിഹോമം, അത്ഭുത ശാന്തിഹോമം, ഹോമകലശാഭിഷേകം, മുളപ്പൂജ, ഉച്ചപൂജ, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം എന്നീ കലശപൂജകളും ബ്രഹ്മകലശപൂജ, പരികലശപൂജ, അഭിഷേകം എന്നിവയും വൈകുന്നേരം മുളപ്പൂജ, കുണ്ടശുദ്ധി, ഭഗവത് സേവ, അത്താഴപൂജ എന്നിവയും ദ്രവ്യകലശത്തിന്റെ ഭാഗമായി നടന്നു. 4-ാം ദിവസമായ ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, രാവിലത്തെ പൂജ, നവകം, നായശാന്തി ഹോമം, ചോരശാന്തി ഹോമം, ഹോമകലശാഭിഷേകം, മുളപ്പൂജ, ഉച്ചപൂജ, സ്ഥലശുദ്ധി, ചതുശുദ്ധി, ധാര, പഞ്ചഗവ്യം, പഞ്ചകം എന്നീ കലശപൂജകളും കലശാഭിഷേകവും ലക്ഷ്മണസ്വാമിക്ക് കലശം എന്നിവയും വൈകുന്നേരം മുളപ്പൂജ, ഭഗവത് സേവ, അത്താഴപൂജ എന്നിവയും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 12 നമ്പൂതിരിമാർ പങ്കെടുത്തു. മേളത്തിന് വിശ്വനാഥമാരാർ തൃപ്രങ്കോട് നേതൃത്വം നൽകി.
ദ്രവ്യകലശ ദിവസങ്ങളിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ദർശനത്തിന് വരുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണവും അന്നദാനവും ദേവസ്വം നൽകിപ്പോരുന്നു. വെള്ളിയാഴ്ച വൈകിട്ട് 5:30 ഹനുമാൻകാവ് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സഹസ്രനാമ പാരായണമുണ്ടായിരുന്നു. വെട്ടം ന്യൂസ്, ആലത്തിയൂർ. സ്വയം പര്യാപ്തതയുടെ ചരിത്രം എഴുതിയ കാൽനൂറ്റാണ്ട് BSNL രജത ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള ബൈക്ക് റാലി നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡെപ്യൂട്ടി ജനറൽ മാനേജർ അനിത സുനിൽ അധ്യക്ഷയായി. ബൈക്ക് റാലി തിരൂർ, വൈലത്തൂർ, പുത്തനത്താണി, തിരുനാവായ വഴി തിരൂർ ടൗൺ ഹാളിൽ സമാപിച്ചു. ഒക്ടോബർ 25 കുട്ടികൾക്കായി ചെസ് ടൂർണമെന്റും സംഘടിപ്പിച്ചിട്ടുണ്ട്. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.